Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു യൂനുസിലെ 39-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ കദ്ദബൂ ബിമാ ലം യുഹീതു ബിഇൽമിഹി വലമ്മാ യഅതിഹിം തഅ്വീലുഹു كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. ബൽ എന്നാൽ കദ്ദബു അവർ തള്ളിക്കളഞ്ഞു, അവർ നിഷേധിച്ചു, ബിമാ ലം യുഹീതു ബിഇൽമിഹി അവരുടെ അറിവിൽപ്പെടാത്തതിന്, അവരുടെ അറിവിൽ ചുറ്റിയിട്ടില്ലാത്തതിനെ എന്നാണ് ശരിക്കും വാക്കർത്ഥം പറയുക. അഥവാ അവനവൻ്റെ അറിവിൻ്റെ പരിധിയിൽ വരാത്തതിനെയൊക്കെ അറിയാത്തത് കൊണ്ട് അവർ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. വലമ്മാ യഅ്തിഹിം തഅ്വീലുഹു വലമ്മാ യഅ്തിഹിം അവർക്ക് വന്നിട്ടുമില്ല, തഅ്വീലുഹു അതിൻ്റെ പര്യവസാനം, ഇതിൻ്റെ നിഷേധത്തിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്ന വിവരം അവർക്ക് കിട്ടിയിട്ടുമില്ല. കദാലിക അങ്ങനെ അപ്രകാരം കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഇവരുടെ മുൻഗാമികളും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഫൻദുർ നബിയെ അങ്ങ് നോക്കണം, അങ്ങ് നിരീക്ഷിക്കണം, അങ്ങ് കാണണം, കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ അക്രമികളുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് ഇതവരോട് അറിയിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് അർത്ഥം പറയാം. ബൽ എന്നാൽ അവർ ഈ ഖുർആനിനെ നിഷേധിക്കാനും പ്രവാചകനെ തള്ളിക്കളയാനും ഒക്കെയുള്ള കാരണം അവർക്ക് യഥാർത്ഥത്തിൽ കാര്യം അറിഞ്ഞത് കൊണ്ടൊന്നുമല്ല. കദ്ദബൂ ബിമാ ലം യുഹീതു ബിഇൽമിഹി അവരുടെ അറിവിൽപ്പെടാത്തത്, അഥവാ സ്വന്തം ജ്ഞാനപരിധിയിൽ വരാത്തത്. അഹാത്തന പൊതിഞ്ഞു, വലയം ചെയ്തു, ചുറ്റി എന്നൊക്കെയാണ് അതല്ല അതിൻ്റെ അർത്ഥം. അല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളെ വലയം ചെയ്തവനാണ്. ഇപ്പം ഇൽമ് എന്ന അറിവ് അവരുടെ ഇൽമിനെ വലയം ചെയ്യാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അറിയാത്തത് കൊണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട്, അവനവൻ്റെ അറിവിൻ്റെ പരിധിയിൽപ്പെടാത്തത് കൊണ്ട് അവർ അതിനെ തള്ളിക്കളയുകയാണ്. വലമ്മാ യഅ്തിഹിം അവർക്ക് വന്നെത്തിയിട്ടുമില്ല, തഅ്വീലുഹു അതിൻ്റെ പര്യവസാനം. ഏതിൻ്റെ പര്യവസാനം? ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ പര്യവസാനം. തഅ്വീലിന് രണ്ടർത്ഥമുണ്ട് നമുക്കറിയാലോ. ഒന്ന് വ്യാഖ്യാനം, വിശദീകരണം. യഥാർത്ഥത്തിൽ പദത്തിൻ്റെ അർത്ഥം തഅ്വീൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയുടെ പരിണതി അല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം. സൂറത്തു ഇസ്രാഈലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, വഔഫു ബിൽ കൈലി ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. പര്യവസാനം ഉത്തമമാകാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ അളവ് തൂക്കങ്ങളിൽ കൃത്യതയും നീതിയും പാലിക്കണം എന്നുള്ളതാണ് സൂറത്ത് ഇസ്രാഈൽ അല്ലാഹ് പറയുന്നത്. തഅ്വീൽ വ്യാഖ്യാനം എന്നുള്ളതിന് സൂറത്ത് ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ നമ്മൾ മിൻഹു ആയാത്തുൻ മുഹക്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്ത് ഫഅമ്മല്ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വഅമ്മല്ലദീന കഫറൂ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ വമാ ഇല്ലല്ലോ അവിടെ തന്നെ 7-ാമത്തെ ആയത്തിൻ്റെ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് പറയുന്നത്? വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അതാണ് വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ വിശദീകരണം അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അപ്പോൾ വ്യാഖ്യാനമെന്നും വിശദീകരണമെന്നും ഖുർആൻ തന്നെ സൂറത്ത് ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രാഈലെ 35-ാമത്തെ ആയത്തിൽ അവരുടെ നിഷേധത്തിൻ്റെ പരിണിതി എന്ന സൂചന വരുന്ന, പര്യവസാനം എന്ന അർത്ഥം വരുന്ന വിധത്തിൽ സൂറത്തു ഇസ്രായേൽ 35-ാമത്തെ ആയത്തിൽ അവിടെ അളവ് തൂക്കങ്ങളെ സംബന്ധിച്ചാണ്. അതാണ് അളവ് തൂക്കങ്ങൾ നീതിപൂർവം നടത്തുക എന്നുള്ളതാണ് പര്യവസാനം ഗുണകരമാവാൻ നല്ലത്.
ഇവിടെ ഇവർ നിഷേധിക്കാൻ യഥാർത്ഥത്തിൽ കാരണം, പ്രവാചകനെ നിഷേധിക്കുന്നത്, ഖുർആനിനെ നിഷേധിക്കുന്നത്, അവർ പ്രവാചകൻ്റെ പ്രതിയോഗികളായിത്തീരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യന് വേദം അവതരിപ്പിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം കൊണ്ടൊന്നുമല്ല. അള്ളാഹു മനുഷ്യന് വഹയിലൂടെ വേദം അവതരിപ്പിക്കും എന്നതവർക്ക് അങ്ങനെ അവതരിപ്പിക്കുകയില്ല എന്ന ഒരു ഉറച്ച ബോധ്യമൊന്നും അവർക്കില്ല. അല്ലെങ്കിൽ ഈ ഖുർആൻ മനുഷ്യൻ്റെ നിർമ്മിതിയാണ്, മുഹമ്മദിൻ്റെ നിർമ്മിതിയാണ് എന്നും അങ്ങനെ ഒരു ഉറച്ച ധാരണയൊന്നും അവർക്കില്ല. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഗതി? തങ്ങൾക്കറിയാത്ത, തങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലാത്ത, തങ്ങൾക്ക് പരിചയമില്ലാത്ത ആദർശങ്ങൾ, നിയമങ്ങൾ, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പരലോകം, വിചാരണ, സ്വർഗം, നരകം, കർമ്മരേഖ, ഇങ്ങനെയുള്ള അവരുടെ അറിവിൽപ്പെട്ടിട്ടില്ലാത്ത, അത് അറിവ് ഭൗതികമായ അറിവ് നേടിയാൽ പോലും കിട്ടൂല. ഈ പരലോകമൊക്കെ എങ്ങനെ ഭൗതികമായ അറിവിലൂടെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുക? അപ്പോൾ അവരുടെ അറിവിൽ വന്നിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് അവർ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ അറബികളിലിടയിൽ, ഏതായാലും ആ ചൊല്ലുണ്ട്, അന്നാസു അഅദാഉ മാ ജഹിലു. മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്, അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. അറബികളിൽ അത് പ്രത്യേകിച്ചു. പരലോകം എന്നൊരു കാര്യം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങൾ മനുഷ്യന് നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാനും അറിയാനും ചിന്തിക്കാനും ഒക്കെയാണ്. പക്ഷേ പരലോകം അങ്ങനെയും കിട്ടൂല. അതിനാണ് 6ാം ഇന്ദ്രിയം എന്ന് പറയുന്ന പ്രവാചകത്വം, വഹയ്, ദിവ്യബോധനം, നബിമാർ, വേദം, ഇതൊക്കെ 6ാം ഇന്ദ്രിയത്തിൽ ഒരുമിച്ച് വിടുന്നതാണ്. റിസാലത്ത് നമ്മൾ പറയുക, റിസാലത്ത്. ഇതിന് 6ാം ഇന്ദ്രിയം എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ സാധാരണ പ്രയോഗിക്കുന്ന പദം. അതിലൂടെ ലഭിക്കേണ്ട കാര്യം അവർക്ക് അതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അവർ നിഷേധിക്കുന്നത്. അത് പിന്നെ വലമ്മ യതീഹിം തഅ്വീലു, ഇങ്ങനെ നിഷേധിച്ചാൽ അതിൻ്റെ പര്യവസാനം പൂർവികരെ എങ്ങനെയാണ് ബാധിച്ചത് എന്നതിൻ്റെ കൃത്യമായൊരു വിവരം അവർക്കില്ല. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയെ എങ്ങനെ അത് അറിയണമെന്ന് അവർക്ക് താല്പര്യമില്ല. ഖുർആൻ അവർ പഠിക്കണമില്ല. എന്നാൽ ഈ ഖുർആൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കട്ടെ, ഒന്ന് അറിയട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ. സാവകാശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൽ വല്ല വസ്തുതയുമുണ്ടോ എന്ന് ചിന്തിക്കുവാനും അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് മനസ്സിലാക്കുവാനും ഒന്നുള്ള ഒരു മനസ്സ് അവർക്കില്ല. അവർ കേട്ടു. ഇനി കദ്ദബാന വാക്കിന് തന്നെ അർത്ഥം എന്താണ്? കേട്ട പടി കേൾക്കാത്ത പടി എന്തല്ല, അത് കൊള്ളൂല, അത് പറ്റൂല. കാരണം എന്താ? നമ്മളുടെ ഇടയിൽ ഇങ്ങനൊരു പ്രവാചകൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇയാളെക്കാൾ എത്രയോ മഹാന്മാർ ഇവിടെ ഉണ്ട് എന്നിത്യാദി വാദങ്ങൾ. അബൂജഹലാണെങ്കിൽ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ പലതരം കാരണങ്ങളാലും അവർ കദ്ദബ, കേൾക്കേണ്ട താമസം തള്ളിക്കളയും. അതിനെക്കുറിച്ച് പഠിക്കാൻ ചിന്തിക്കാൻ അവർ സന്നദ്ധരാകുന്നില്ല. അതാണ് ബൽ, എന്നാൽ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. അവർ പറയുന്ന ന്യായങ്ങളൊന്നുമല്ല കാരണം മനുഷ്യൻ പ്രവാചകനാവുകയില്ലെന്നോ മനുഷ്യൻ അള്ളാഹു വഹയ് നൽകി വേദം നൽകുകയില്ലെന്നോ ഉള്ള അങ്ങനെ അറിവൊന്നും അവർക്കില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് മനുഷ്യ സൃഷ്ടിയാണ്, അത് മനുഷ്യൻ്റെ നിർമ്മിതിയാണ്, അതും അവർക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും കഴിയുകയില്ല. എന്നാൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും കാര്യങ്ങളും അവർക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിഷേധത്തിൻ്റെ പരിണിതി എന്തായിരിക്കും, പരലോകം ഇങ്ങനെ അവർക്കറിയാത്ത കാര്യങ്ങൾ. എന്നാൽ അതൊന്ന് മനസ്സിലാക്കുക, അതുമല്ല. അപ്പോൾ എന്താണ് നിഷേധത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്? ഒന്ന്, കദ്ദബൂ ബിമാ ലം യുഹീതു ബിഇൽമിഹി, അവരുടെ അറിവിൻ്റെ പരിധിയിൽ വരാത്തതായതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തേത് വലമ്മ യഅ്തിഹിം തഅ്വീലുഹു, ഈ തള്ളിക്കളയലിൻ്റെ, ഈ നിഷേധത്തിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നതും അവർക്കറിയില്ല. ആയതിനാൽ അവർ അതിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർ മാത്രമല്ല മുൻഗാമികൾ അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാമയെ ജൂതന്മാർ തള്ളിക്കളഞ്ഞത് എന്തിനാ? ഈസാ നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് അവർക്ക് അറിയാമായിരുന്നു, എന്നിട്ട് കൂടി അവർ തള്ളിക്കളഞ്ഞല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചല്ലോ. ഒരുപാട് നബിമാരെ ബനി ഇസ്രായേൽക്കാർ കൊന്നിട്ടുണ്ടല്ലോ.
അപ്പോൾ അറിഞ്ഞാലും അവരുടെ നിലപാട് തന്നെ. ഇവിടെ അറബികളെ സംബന്ധിച്ചിടത്തോളം പൂർവികരായി മുൻപ് ഒരു വേദം അടുത്ത കാലത്തല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ശേഷം അവരിലേക്ക് മാത്രം ഒരു നബി വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഇത്യാദി കാര്യങ്ങളൊന്നും അറിയില്ല. നബി വന്നവർ തന്നെ നബിമാരെ തള്ളിക്കളഞ്ഞതാണ് മുൻ അനുഭവങ്ങളൊക്കെ. അപ്പോൾ ആ ചരിത്രം ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് ഇവർ തള്ളിക്കളയുന്നത്. കദാലിക കദബല്ലദീന മിൻ ഖബ്ലിഹിം, പൂർവികർ മുൻഗാമികളും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഫൻലുർ, നോക്കുക, കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, എന്നിട്ട് അങ്ങനെ തള്ളിക്കളഞ്ഞ് അക്രമം ചെയ്തതിൻ്റെ പര്യവസാനം, ആഖിബത്ത് അതിൻ്റെ പരിണിതി, ശിക്ഷ എന്നതിനർത്ഥം ഇഖാബ്, ആ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം, അതാണ് ആഖിബത്ത്. അതെന്തായിരുന്നു എന്ന് നിരീക്ഷിക്കൂ. ഫൻലുർ എന്ന ഏകവചനാണ്, ഓരോരുത്തരോടുമുള്ള ആഹ്വാനമാണ്. പ്രവാചകനോടാണ് നേർക്കുനേരെ പറയുന്നത്, പ്രവാചകനല്ലല്ലോ വിശ്വസിക്കാത്തത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും പൂർവികരായി വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും തള്ളിക്കളഞ്ഞവരുടെ പര്യവസാനം ഇഹലോകത്ത് തന്നെ എന്തായിരുന്നു എന്നൊന്ന് നിരീക്ഷിച്ച് നോക്കട്ടെ. പിന്നെ പരലോകത്തെ കാര്യം പറയുകയും വേണ്ട. ഇക്കാര്യമാണ് അവർ ഉണർത്തുന്നത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബൽ, എന്നാൽ കദ്ദബൂ ബിമാ ലം യുഹീതു ബിഇൽമി, അവരുടെ അറിവിൻ്റെ പരിധിയിൽ വരാത്തതായതുകൊണ്ട് അവരതിനെ തള്ളിക്കളയുകയാകുന്നു. വലമ്മാ യഅ്തിഹിം തഅ്വീലുഹു, അതിൻ്റെ പര്യവസാനം അഥവാ നിഷേധത്തിൻ്റെ തള്ളിക്കളയലിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നും അവർക്കറിയില്ല, അവർക്ക് വന്നിട്ടില്ല. കദാലിക കദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇതേ പ്രകാരത്തിൽ മുൻഗാമികളായിട്ടുള്ള ഒരുപാട് ജനവിഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ വേദത്തെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഫൻലുർ, അതുകൊണ്ട് നിങ്ങൾ നിരീക്ഷിക്കുക, കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, അക്രമികളുടെ പരിണതി എന്തായിരുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവൻ നമ്മെ അറിയിക്കുന്ന കാര്യങ്ങൾ, അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങൾ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ എന്നും എല്ലായ്പ്പോഴും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഈ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നാഥ ഞങ്ങൾക്കെല്ലാവർക്കും നീ തന്നു ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹ്.